എടാ ദിസ് ഈസ് ഇതിൻ. എടാ ടോക്സിക് പടത്തിൻ്റെ ഒരു വീഡിയോ സോങ് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഒരു പ്രൊമോ ഞാൻ രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. എനിക്കത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്ന ആദ്യ സീൻ എന്താണെന്ന് വെച്ചാൽ പുഷ്പ 2-ൽ ഇതുപോലെ കൈൻഡ് ഓഫ് ഒരു സീനുണ്ട്. അതായത് നമ്മുടെ അല്ലു അർജുൻ ഒരേയും കെട്ടി പുറത്തോട്ട് പോകാൻ ഇറങ്ങുമ്പം രശ്മിക മന്ദാന വന്നിട്ട് മറ്റേ റൊമാൻസ് വരുന്ന എന്തിനാ പറയുമ്പോൾ എല്ലാം കൂടെ ഊരി പറക്കി ഇറങ്ങി തൊട്ടോടുമല്ല, കൂടെയുള്ള കൂട്ടാളികൾ വെയിറ്റ് ചെയ്തിട്ട് ഇതേപോലെ വിളിച്ചു പറഞ്ഞാൽ അണ്ണമര ഇനി അരമുക്കാൽ മണിക്കൂറാണ്. എനിക്ക് അതുപോലത്തെ ഒരിതാണ് എനിക്കിത് കണ്ടപ്പം, ആ ഒരു പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഓക്കെ, അങ്ങനെ ഞാൻ ആ വീഡിയോ സോങ് ഞാൻ കണ്ടു. എനിക്കത് കണ്ടപ്പം എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരേ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഡ്യൂറക്സ് പോലുള്ള വല്ല കോണ്ടത്തിൻ്റെ വല്ല പരസ്യമെല്ലാം ഉണ്ടാക്കി വെച്ചേക്കണതാണ് സർക്കസിനകത്ത്, ഓടുന്ന കാറിനകത്ത്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വഴിയുടെ ഇടവഴികളിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കടലിൽ, എന്ത് ആണ് ഉണ്ടാക്കി വെച്ചേക്കണത്? എങ്ങോട്ട് നോക്കിയാലും കുറേ പ്ലക്കേഷ് മൊമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഗസ്റ്റ് റോൾ പോലെ നയൻതാരയും മറ്റേ താരാസുതാരിയ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയും കാണിക്കുന്നുണ്ട്. എനിക്കിതിൽ ആകപ്പാടെ ഒരു കണ്ടിട്ട് കൊള്ളാം എന്നെനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ യഷിൻ്റെ ആ ലുക്ക്, ആ ഒരു ബിയേർഡ് ചെത്തി വെച്ചേക്കുന്നത്, ആ ഒരു ഹെയർ സ്റ്റൈലും കിടും. ഈ പടം എന്തരാവുമെന്തോ, ഇതെങ്ങാനും പൊട്ടിയ വലിച്ചു കീറലിന് കയ്യും കണക്കും കാണൂല. റേറ്റഡ് ആയിരിക്കും ഓഫ് കോഴ്സ്, പക്ഷെ എന്നിരുന്നാലും ഒരു ഇൻറ്റിമസി ഇന്നത്തെ പടങ്ങളിൽ സർവ്വസാധാരണമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടർ പോലെയാണ് പോണത്. എന്നിരുന്നാലും ഒരു മര്യാദയൊക്കെ വേണ്ടേ? എന്തോന്നത്. എന്തായാലും കൊള്ളാം, വാച്ച ഇരിപ്പുണ്ട്. എനിക്കിതിൽ പാട്ട് കൊള്ളാം, ആ ഒരു യഷിൻ്റെ ലുക്ക് പോലെ തന്നെ ആ പാട്ടും എനിക്ക് നന്നായിട്ട് തോന്നി. ഞാൻ കന്നഡ സോങ്ങാണ് ഞാൻ കണ്ടത്, അതിൻ്റെ വീഡിയോ സോങ്ങാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനെപ്പറ്റി സംസാരിക്കാം. പിന്നെ മുന്നേ പറഞ്ഞതുപോലെ ഈ വീഡിയോ കാണുന്നവർ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമാണെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ താങ്ക് യു.